പണിയാ ചെയ്യ? രാത്രി കള്ളും കുടിച്ചു വന്ന് ഒരു കിടപ്പാ. പിന്നെ കാലത്ത് എണീക്കൂല്ല, കട തുറക്കാൻ വൈകിയ വരവ്. ഈ പാൽക്കാരി പെണ്ണിനെ കാണാനുമില്ല. അതും ഇങ്ങനെ കിലിങ്ങി കിലിങ്ങി വരാൻ എന്നും വൈകിട്ടാ വരവന്റെ. എന്താ വലിയ കൊഴുപ്പ് ഇടയ്ക്കായിട്ട് പാലിനെ കാശ് തന്നാൽ കൊഴുപ്പ് കൂടും. പോവെണ്ണ പിള്ളേ, പാലിനകത്ത് വെള്ളമൊക്കെ കള്ളി വെക്കും. മധുരം എങ്ങനാ, കുറച്ചോ കൂട്ടിയോ? അല്ല, ആ മധുരം അല്ല ഞാൻ ചോദിച്ചതേ. ഇച്ചിരി കൂടുതൽ ഇരുന്നോട്ടെ. പത്രം ഉണ്ടല്ലോ. ഇത് ഞാൻ കൊടുക്കണോ? നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോ, ഞാൻ കൊണ്ട് കൊടുത്തോളാം. എന്റെ പിള്ളച്ചേട്ടാ, ഈ റേഡിയോ ഒന്ന് മാറ്റിക്കോട്ടെ. ഒരു 10 പൈസ വേണമെങ്കിൽ കട്ടൻ ചായക്ക് കൂട്ടുന്നേ. ഇത് സ്റ്റേഷന്റെ പ്രോബ്ലമോ അല്ല റേഡിയോയുടെ പ്രോബ്ലം അല്ല. വർഷത്തെ കൈപുണ്യം പ്രഭ ഹോട്ടൽ വിശാഖപട്ടണം. പാട്ടൊന്ന് പാടുന്നേ. അത് പാട് കേക്കട്ടെ. കേക്കാലോ. പിന്നല്ല രാവിലെ തന്നെ എന്നെ കൊണ്ട് പാടിക്കണോ? ബിജുവിനെ പാടൂ. ഹേമന്തമെൻ കൈക്കുന്തിളി പൂവും നിലാപ്പൂ നീ പൂങ്കാറ്റുപോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ കിളി പാടുന്ന പാട്ടിന്റെ കാറിൽ കളിയോതുന്ന നിൻ വാക്കുപോലെ അതിലോലം അനുരാഗം തേമാരിയ കേട്ടിട്ട് പഴയ ഓർമ്മയൊക്കെ വരുന്നുണ്ടോ? അത് ഞാൻ ചോദിക്കാൻ തുടക്കമായിരുന്നു. കാരണം ആ ദിപ്പ് കണ്ടില്ലേ, നമ്മുടെ പഴയകാല ജയന്റെ സ്റ്റൈലില്. അതെ അതെ, ആ ചോദിക്കും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പിള്ളച്ചേട്ടന്റെ ഒരു സോങ് ആയാലോ? ഒരെണ്ണം ഡെഡിക്കേറ്റ് ചെയ്യ ഉള്ളിക്ക്. നമ്മുടെ കസ്തൂരി മാൻമിഴി മലർ ശരമെയ്തു, അൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാൻമിഴി മലർ ശരമെയ്തു, അൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി. സ്വർഗീയ സ്വരമാകും ഈ സർവസ്വരമാധുരി. കസ്തൂരി മാൻമിഴി മലർ ശരമെയ്തു, അൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. തലമുറ അധികം കേട്ടിട്ടുള്ള പണ്ട് സ്കൂളിൽ പോയ സമയത്ത് ക്ലാസ് കട്ട് ചെയ്ത് പോയി കണ്ടതാ മനുഷ്യമൃഗം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വെസ്റ്റേൺ നോട്ടുകളൊക്കെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് എൻ സ്വരം പൂവിടും ഗാനമേ. അപ്പൊ അതിനൊരു പ്രത്യേകതയുണ്ട്. അത് എഴുതിയേക്കുന്നത് ബിച്ചു തിരുമല്ലയാണ്. അപ്പൊ അവര് തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ആദ്യം ഒരക്ഷരം, പിന്നെ 2 അക്ഷരം, പിന്നെ 3 അക്ഷരം പൂവിടും. ആ രീതിയിലൊന്ന് എൻ സ്വരം
പൂവിടും ഗാനമേ. ആ ലെവലിലുള്ള സംഗതികൾ ചെയ്തേക്കുന്നതാണ് കെ ജോയ്. രസായിരുന്നൂല്ലേ അവിടെ മൊത്തം ഓ നമ്മുടെ പക്ഷിക്കോട്ട് എത്തിയില്ലോ. നമുക്ക് സെൽഫി എടുത്താലോ? ദേ നോക്കി ഒരു ചായക്കട. ചായക്കട കണ്ടിട്ടില്ലോ? ഈ ചായക്കടയിൽ ചായയൊക്കെ കുടിച്ച് വാ, പഴംപൊരി, ഉണ്ടപ്പൊരി, വാ. Fantastic. മക്കളെ ഒരു കട്ടൻ ചായ അല്ല, എടുക്കട്ടെ? ഇങ്ങോട്ട് ഇരിക്കാൻ മട്ടനോ? മട്ടൻ ഞങ്ങളുടെ സ്കിന്നിന് ചേരില്ല. പിന്നെന്താ വേണ്ടത്? ഇങ്ങേരുടെ ഒലിപ്പീര് നോക്ക്, മൂത്ത് നരച്ചിട്ട് ഒലിപ്പീരിന് ഒരു കുറവുമില്ല. ഞങ്ങൾക്ക് ബൂസ്റ്റ് മതി ചേട്ടാ. ബൂസ്റ്റ് ഉണ്ടോ? ബൂസ്റ്റ് ഇവിടെ ചായ കട്ടൻ ചായ പോകുന്നില്ല മക്കളെ. പിന്നെ ബൂസ്റ്റ് കുടിക്കത്തുള്ള കൊച്ചേ. അല്ലെങ്കിൽ വേണ്ട, ഒരു സെൽഫി അങ്ങനെ ഇപ്പൊ നിങ്ങളെ കണ്ട് ഞാനും ഉണ്ട്. എന്നാ നീ തന്നെ എടുക്ക്. എന്നാ ചേട്ടാ ഒരു 2 കട്ടനാവട്ടെ. അപ്പൊ ചേട്ടൻ തരണോ? ഇവിടെ ഇങ്ങോട്ടിരിക്കും. ആരായാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ ഇരിക്കേ. ഇങ്ങോട്ട്. എന്റെ പഴം കൊടുക്ക് സെക്രട്ടറിക്ക്. നമുക്ക് ഇവർക്ക് പറ്റിയ ഒരു പാട്ടങ്ങ് ഇട്ട് കൊടുത്തല്ലോ ഡോക്ടറെ. പക്ഷിക്കൂട്ടല്ലേ? പക്ഷിക്കൂട്ടത്തിന് വേണ്ടി തന്നെ ഒരു പാട്ടായിക്കട്ടെ. റിജോ പിടിച്ചെടുക്ക് ഒരു പാട്ട്. ആഹാ, ഞങ്ങൾക്ക് വേണ്ടി പാടാൻ പോകണോ? പിന്നല്ല. ഓ, താങ്ക് യു, താങ്ക് യു. മാണിക്കച്ചീറകുള്ള മാറുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി. കാടൊന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശപ്പുഴ നീന്തി കൊതിച്ചു. കണ്ടു മലനിര, ഓഹോ കണ്ടു താഴ്വര, മാമരം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായ്കളും പോയി. തന്തീരത്താനേ താനാനേ, തന്തീരത്താനേ താനാനേ. റഫീഖ് അഹമ്മദ് ഇല്ലേ? അതെ. എന്റെ നാട്ടുകാരനാ. അത് ശരിയാ. എന്റെ വീടിന്റെ അടുത്ത് അക്കിക്കാവ് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് റഫീഖ് അഹമ്മദിന്റെ വീട്. ഓക്കെ ശരി. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വരികളില് ശരിക്കും നമ്മള് അവിടെയൊക്കെ യാത്ര ചെയ്യുന്ന ഒരു ഫീലേ, ഏതായാലും വരികളിൽ കൂടെ നമുക്കൊരു ചെലവില്ലാതെ യാത്ര ചെയ്ത് വരാവുന്ന ഒരു ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വയലാറിനെ പറഞ്ഞിട്ട് നമുക്ക് വരികളില്ലല്ലോ. വയലാറ് പാടി വരികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിട്ട് നമുക്കൊരു കാര്യം ചെയ്യും, ഒരു വയലാറിന്റെ ഒരു പാട്ട് കേട്ടാലോ? തീർച്ചയായിട്ടും. ശ്രുതി പാടുക. എന്നാ ശ്രുതി ഒരു വയലാറിന്റെ പാട്ട് പാടട്ടെ. ശ്രുതി പാടിയ ഒരു പാട്ട്. ഓ, എല്ലാം പറ്റാ ഇവിടെ. പകൽ കിഴക്കുദിക്കുമ്പോൾ മലമുടികൾ മാറിൽ ഞൊറിഞ്ഞിട്ട് മഞ്ഞുരുകുമ്പോൾ മുമ്പിൽ കുളിച്ചു കേറണ കമലപ്പൂവിന് പുതിയൊരു നാണം. കിലുകിലും കിലുകിലും കിലുകിളി മരത്തോണി, ഒരു കദളിയാറ്റ കിളിയിരിക്കും തളിർമരത്തോണി. ഓ കിലും കിലുകിലും കിലുകളിയരഞ്ഞാണം, ഈ കരിമലയ്ക്ക് കന്നിയാറൊരു കളിരഞ്ഞാണം, ഒരു കളിയരഞ്ഞാണം. നല്ല പാട്ട്, അടിപൊളി. വ്യക്തമായ മ്യൂസിക് വർണ്ണങ്ങളുമായിട്ടാണ് ഒരു ബംഗാളി സംഗീത സംവിധായകൻ നമ്മുടെ മലയാളത്തിൽ വരുന്നതും സലീൽ ചൗധരി മലയാളം ആദ്യമായിട്ട് വിടുന്നത്. സത്യം. അപ്പോഴാണ് നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഇൻസ്ട്രുമെന്റിന്റെ ശബ്ദങ്ങളൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് അതിലാണ്. ചെയ്യുന്ന ആളും സിംഗറും അവരുടെ ഒരു കോംബോ ചിലപ്പോൾ അങ്ങ് വല്ലാതെ ഹിറ്റായെന്ന് വരും. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 2 ജയചന്ദ്രന്മാരുണ്ടല്ലോ മലയാളത്തില്, എം ജയചന്ദ്രനും പി ജയചന്ദ്രനും. അപ്പൊ അവരുടെ കോംബോയിൽ വന്നൊരു പാട്ടുണ്ട്, ഏകദേശം നമുക്ക് പണ്ടത്തെ പാട്ടുകളെയൊക്കെ ഓർമ്മിപ്പിക്കും. പക്ഷെ അടുത്ത കാലത്ത് വന്ന് യേശുദാസ് ഇമോഷൻസ്, ഭാവങ്ങളൊക്കെ ഓരോ വാക്കുകളിലും വരിയിലും വരുത്താനുള്ള ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിന്. എന്നൊരു കാര്യം ചെയ്യും, ജയചന്ദ്രന്റെ നല്ലൊരു പാട്ട്, ഒരു ഡ്യുവറ്റ് പാട്ട് പാടാൻ പറ്റില്ലേ? പ്രിയങ്കി രജി കൂടിയിട്ട് തന്നെ പാടും. പറ്റും? ഏത് പാട്ടാ? എന്നാ ഒരു നല്ലൊരു പാട്ടാവട്ടെ. കല്ലായി കടവത്തെ പട്ടുതൂവാലയും വാസന തൈലവും അവൾക്കു നൽകാൻ കരുതീന. കടവത്തു തോണി
മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ വരുമെന്ന് പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല കൽവിലെ മൈനയെന്നും ഉറങ്ങിയില്ല മധുമാസരാവിൻ വെൺചന്ദനായി ഞാൻ അരികത്തു നിന്നിട്ടും കണ്ടില്ലേ നീ കണ്ടില്ലേ കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയിലേ മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ അത് ഇതാരാ? നമ്മുടെ ഷൈബില്ലേ എന്താ യാത്ര കഴിഞ്ഞ് വരിക? അതെ അതെ യാത്ര കഴിഞ്ഞ് വരുന്നു. പിള്ളച്ചേട്ടാ ഒരു ചായ. എന്താ ചെയ്യുക ഇപ്പൊ? കഷ്ടം തന്നെ. എന്തൊക്കെയായിരുന്നു പരിപാടി അവിടെ? പരിപാടി നാട്ടുകൂട്ടത്തിന്റെ ഒരു നാടൻ പാട്ടുണ്ടായിരുന്നു, അത് സൂപ്പർ ആയിരുന്നു. അടുത്ത നാടൻ പാട്ട് കേൾക്കാലോ? ഒരു കട്ടൻ ചായയുടെ ചൂടിലൊക്കെ നല്ലൊരു അടിപൊളി നാടൻ പാട്ട് കേൾക്കാമോ? ഞാൻ പാടണോ? സല്ല് പാടും, സല്ല് പാടും. അയ്യോ, ഞാൻ ചായ കൊണ്ടുവന്നു. ഏരേരി ഏരേരി രഗരേരേരേരോ 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 ഏനിന്നലെ ചൊപ്പനം കണ്ടപ്പോ ചൊപ്പനം കണ്ടേ ചാവേറി നോവിനെല്ലാം നാം മുളച്ചെന്ന് കൂനനുറും പണി ചേർന്നൊരാളെ കൊന്നെന്ന് പയ്യാരം പറയാണ്ട് കടയട കാണ പുല്ലാനി മൂർഖനുണ്ട് പോതിലൊക്കെ ഓർത്തോ പുല്ലാനി മൂർഖനുണ്ട് പോതിലൊക്കെ ഓർത്തോ ഏരേരി ഏരേരി രഗരേരേരേരോ ഏരേരി ഏരേരി രഗരേരേരേരോ ഏരേരി ഏരേരി രഗരേരേരേരോ മൈലാഞ്ചി കാട്ടിലെന്നെ പറയി കരഞ്ഞേ പൂവായ പൂവിലെല്ലാം ചോര തെറിച്ചെന്ന് പൂവായ പൂവിലെല്ലാം ചോര തെറിച്ചെന്ന് പയ്യാരം പറയാണ്ട് കടയട കാന്ത ഉല്ലാനി മൂർഖനുണ്ട് പോതിലൊക്കെ ഓർത്തോ ഉല്ലാനി മൂർഖനുണ്ട് പോതിലൊക്കെ ഓർത്തോ ഏരേരി ഏരേരി രഗരേരേരേരോ ഏരേരി ഏരേരി രഗരേരേരേരോ ഏരേരി ഏരേരി രഗരേരേരേരോ നാടൻ പാട്ട് കേൾക്കുമ്പോഴത്തെ ഒരു സുഖം ഒന്ന് വേറെ തന്നെ അല്ലേ? നല്ല പാട്ട്. ഷൈബയ്ക്ക് പാട്ട് അറിയില്ലേ നാടൻ പാട്ട്? അറിയാം അറിയാം അറിയാം. ഷൈബയുടെ പാട്ട് കേൾക്കാൻ പറ്റുമോ? അപ്പൊ ചേച്ചി നാടകക്കാരി മാത്രമല്ലല്ലേ, നല്ലൊരു പാട്ടുകാരിയും കൂടിയാണോ? എന്നാ പിന്നെ അതൊന്നും ആവട്ടെ. എന്നാ ഷൈബയുടെ നാടൻ പാട്ടാവട്ടെ ഇനി. ഇപ്പഴാ ചായക്കടയിൽ ഒരു ഓളം വന്നത് കൊച്ചേ. മുല്ലത്തറയിലെ വെണ്ണില ചേലോടെ പൊൻതിരി വെട്ടം തെളിഞ്ഞേ അന്നത്തെ അന്തിയിൽ ഞാനാ സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ പാട്ടും കഴിഞ്ഞിട്ടും പാട്ടും മുഴങ്ങിട്ടും മാറിയില്ല അവളെന്റെ മുന്നിൽ നിന്നും ചേലത്ത മാൻമിഴിയുള്ളൊരു സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ മുല്ലത്തറയ്ക്കെ വെണ്ണില ചേലോടെ പൊൻതിരി വെട്ടം തെളിഞ്ഞേ അന്നത്തെ അന്തിയിൽ ഞാനാ സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ. അത് തകർത്തു. കൊച്ചു നാടകം കഴിഞ്ഞ് ഒരു വന്നു. രസമായിരുന്നു കരോൾ ഗാനങ്ങളൊക്കെ ആയിട്ട് അവരിങ്ങനെ എത്തുന്ന സമയത്ത് വീട്ടില് നമ്മൾ ആ കരോളൊക്കെ ഒപ്പം പാടുക എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു. അതെ, അത് രാത്രി എത്ര ഉറക്കമൊന്നുമില്ല. ഇങ്ങനെ കരോളുകൾ ഇങ്ങനെ എല്ലാ നാട് നീളമുള്ള വീടുകളൊക്കെ കയറി ഇറങ്ങി പുൽക്കൂടൊക്കെ കണ്ട് അതിന്റെ ഒരു സുഖം പ്രത്യേകമാണ്. la 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 la
കൈകളുമായി പാടി വരാം ആദിലാരോ ചൊല്ലി ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. അവര് നമ്മുടെ ആസ്ഥാന ഗായിക കല വന്നിട്ട് നമ്മളൊന്നും പറയാതിരിക്കുക പറയണത് ശരിയല്ലേ? ശരിയാണോ? കലച്ചേച്ചി നല്ലൊരു പാട്ടുകാരിയാണല്ലോ. ഒരു നല്ല പാട്ടുപാടി ഇവിടെ പലരും പറഞ്ഞിരുന്നു കലേനെ മിസ് ചെയ്യണമെന്ന്. അപ്പൊ അതാരാ വിജയേട്ടാ? അതറിയില്ല. എന്തായാലും നമ്മള് ചായ കുടിക്കാൻ ചായക്കട ഇരിക്കുമല്ലേ, നമുക്കൊരു ചായ പാട്ടായാലോ? അപ്പൊ ചായക്കടയില് നല്ലൊരു ചായപ്പാട്ട്, ഒരു അടിപൊളി ചായപ്പാട്ടാവട്ടെ. ആ ആ ആ ൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ ഏറെ മോന്നിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ കാലുമീതെ കാലുകേ സോവയിലിരുന്നു നീ കാലുമീതെ കാലുകേറ്റി സോവയിൽ നോട്ടം കൊണ്ടിന്നലെ ഏറെ മോന്നിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ ഏറെ മോന്നിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ. സിത്താര. എല്ലാവരും പറഞ്ഞ സിത്തുമണി. അത് തന്നെ. ഈ സിത്താരയുടെ പാട്ടുകളുടെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ? സിത്താരക്ക് ഏത് റേഞ്ചിലുള്ള പാട്ടുകൾ കൊടുക്കും, ഏത് തരം പാട്ടുകൾ കൊടുക്കും? ശരിയാണ് അല്ലെ? ഒരു versatile singer ആണ്. ശരിക്കും. അപ്പൊ